മനുഷ്യരിൽ ഉറങ്ങിക്കിടക്കുന്ന പൂർണ്ണതയെ ഉണർത്തിയെടുക്കുവാനാണ് മനുഷ്യൻ വിദ്യയെ അഭ്യസിക്കുന്നത്. അത് ലൗകിക ജ്ഞാനമാകട്ടെ അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനമാകട്ടെ, ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ അജ്ഞാനം എന്ന ആവരണത്തിൻ്റെ ഉള്ളിലായതിനാൽ അത് സ്പഷ്ടമാകുന്നില്ല എന്ന് മാത്രം. നാം വിദ്യയെ ആർജിക്കുക എന്നാൽ അർത്ഥം ആ ആവരണം മാറ്റുവാനുള്ള പ്രയത്നം ചെയ്യുക എന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യം ഇതാണ്: ഈ ആവരണം എങ്ങനെയാണ് മാറ്റുക? പാറയിൽ നിന്ന് അഗ്നി പ്രകടമാകുന്നത് ആരെങ്കിലും ആ പാറയിൽ പ്രഹരമേൽപ്പിക്കുമ്പോഴാണ്. അതുപോലെ വ്യക്തിയിലെ ഈ ജ്ഞാനത്തിൻ്റെ അഗ്നി ഉൽപ്പാദിപ്പിക്കുവാൻ ഒരു ഉത്തമനായ ഗുരുവിന് മാത്രമേ സാധിക്കൂ. അജ്ഞാനത്തെ അകറ്റി മനുഷ്യനെ ജ്ഞാനത്തിലേക്ക് ലയിപ്പിക്കുവാൻ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കൂ. ഗുരു ശിഷ്യന് ജന്മം നൽകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഗുരുവാണ് ശിഷ്യനെ യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ തനിക്കുചിതമായൊരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ള പ്രവൃത്തി തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലർക്കും ഈ ചിന്തയുണ്ടാകുന്നത് പോലും ജീവിതത്തിലെ ഭൂരിഭാഗവും പിന്നിട്ടതിന് ശേഷം മാത്രമാണ്. അതായത് യാത്ര മുഴുവൻ അവസാനിക്കാറായ ശേഷം ഒരു വഴികാട്ടിയെ തേടി കണ്ടുപിടിക്കുന്നത് പോലെയാണിത്. യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ വാസ്തവത്തിൽ എല്ലാ മനുഷ്യനും ഒരു ഗുരുനാഥൻ്റെ ആവശ്യമുണ്ട്. ഈ ആവശ്യകതയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുവാൻ കഴിയാത്തവർ പാതി വഴിയിൽ സ്തംഭിച്ചു നിൽക്കുന്നവരായി തീരുന്നതാണ്. അവരുടെ ജീവിതം പാതി വഴിയിൽ കണ്ണീർ കടലിൽ അസ്തമിക്കുന്നതാണ്. ഇതൊരു ശാപമല്ല, ജീവിതത്തെക്കുറിച്ചുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്.